പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നോട് ക്ഷമിക്കുക. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ ക്ഷമ തെറ്റിട്ട് ഞാൻ എന്തെങ്കിലും തെറി പറഞ്ഞു പോകും. അതുപോലുള്ള ചില പരിപാടികളാണ് നമ്മുടെ ഈ നാട്ടിൽ കാണിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാരുടെ ഗുണ്ടായിസം, അഹങ്കാരം എന്ന് അവസാനിപ്പിക്കുന്നു. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം പിന്നെ അവതരിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. കണ്ണൂർ, പയ്യന്നൂർ അവിടെ ഇപ്പോൾ ഈ 30-ാം തീയതി, കഴിഞ്ഞ 30-ാം തീയതി ബസ്സുകൾ തമ്മിൽ തർക്കം ഉണ്ടായിട്ട് ബസ് തമ്മിൽ കൂട്ടി ഒരസിട്ട് ഒരാൾ വണ്ടിയുടെ അടിയിൽ നിന്നെന്തോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ജീവന് പോലും വിലയില്ലാതെ ഈ നാറികൾ, ഈ പ്രൈവറ്റ് ബസ്സുകാരും തോന്നിയ പരിപാടിയാണ് ചെയ്യുന്നത്, മറ്റടുത്ത പരിപാടി ചെയ്യുന്നത്. അയാൾ ആ ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോയി മരിച്ചു പോയി എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? അവരുടെ വീട്ടുകാർക്ക് പോയി. ഇവരൊക്കെ ചെറ്റത്തരം കാണിക്കുന്നില്ല, ചെറ്റത്തരമാണ്. കണ്ണൂർ ഈ പയ്യന്നൂർ റൂട്ടിലാണ് സംഭവം നടക്കുന്നത്. മനസ്സിലായില്ലേ? വേറെ എവിടെയല്ല. ഇവരെയൊക്കെ തെമ്മാടി തരുമെന്ന് പറയാം. ബഹുമാനപ്പെട്ട പിന്നെ ഗതാഗത മന്ത്രി, നിങ്ങളിത് കാണുന്നില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവറുകൾ, നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളൊക്കെ ചെവിയും കണ്ണൊക്കെ എവിടെയാണ്? നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന അക്രമവും അനീതി അത് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ തെമ്മാടി തരുമെന്ന് പറയാം. അല്ലാതൊന്നുമല്ല. കാരണം നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞത് ഈ 30-ാം തീയതി കണ്ണൂരുണ്ടായ സംഭവം, ഈ പയ്യന്നൂരുണ്ടായ സംഭവം, നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം. നേരിയ സംഘർഷത്തിനിടയാക്കി. കണ്ണൂരിലേക്ക് പോകുന്ന കൃതിക ബസ് PK ബസിൻ്റെ സൈഡിലാണ് ഉരസിയത്. ഇതോടെ ബസിൻ്റെ ഗ്ലാസ് തകർന്നു. കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള സമയത്തെ ചൊല്ലിയുള്ള തർക്കം പതിവാകുന്നതായാണ് പരാതി ഉയരുന്നത്. വ്യാഴാഴ്ച രാവിലെ ദേശീയപാതയിലെ കണ്ണൂരിലേക്കുള്ള ബസ് ഷെൽട്ടറിൽ നിർത്തിയ 2 ബസ്സുകളും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. കൃതിക ബസ് PK ബസിനെ വേഗത്തിൽ മറികടക്കാൻ ശ്രമിക്കവെയാണ് സൈഡിൽ ഉരച്ചതിനെ തുടർന്ന് PK ബസിന്റെ സൈഡ് ഗ്ലാസ് തകർന്നു. അപകടത്തിനിടയിൽ ബസ്സിന് കണ്ടില്ല? ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നിലിരിക്കുന്ന പ്രൈവറ്റ് പിന്നെ ഈ കൃതിക ബസ് മുന്നിൽ നിൽക്കുന്ന ഈ KP ബസ്സോ PK ബസ്സോ അതിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ തട്ടിയതാണെന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ബസ് ഒരുമിച്ചെടുത്തു. മറ്റവന് വാശി കൂടി. മറ്റവൻ ഈ കൃതിക ബസ് ഇവനെ പാസ് ചെയ്ത് കയറി ഇവൻ്റെ വലത്ത് സൈഡിലെ ഈ ഗ്ലാസ്സിന് തട്ടിക്കുകയാണ് ചെയ്തേക്കുക, സൈഡ് കണ്ണാടിക്ക്. ഇത് ഇന്നും ഒന്നിലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ഇത് കാലങ്ങളായിട്ട് തുടങ്ങിയാണ്. ഈ ബസ്സുകാർ ഇവർ ഈ ബസ്സിലെ ബസ്സുകാർ പ്രൈവറ്റ് ബസ് ഓട്ടം തുടങ്ങി അന്നും വരെയുള്ള ഒരു പരിപാടിയാണ്. സമയത്ത് ചൊല്ലിയുള്ള തർക്കം, അതിൻ്റെ ഇടയിൽ യാത്രക്കാർ പെടുക. ഇതെന്ത് നാറിയ പരിപാടി? ഇത് ചോദിക്കാനൊന്നും ആരുമില്ല. ഇത് എന്ത് തോന്നിവസാനം ഇവർ ചെയ്യുന്നത്? മറ്റുള്ള യാത്രക്കാർക്കും, ബസ്സിൽ കയറുന്ന യാത്രക്കാർക്കും, ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാർക്കും, പുറത്തു പോകുന്ന ബൈക്ക് യാത്രക്കാർ, അതുപോലുള്ള ഓട്ടോറിക്ഷക്കാരെ, മറ്റുള്ള വാഹനങ്ങളെ, ഇവർക്കൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ. അതുപോലുള്ള ഗുണ്ടായിസം നാറിയ പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. എന്താണിത്? ഇതാരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇപ്പൊ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ സംസാരിക്കുന്ന ഇതൊന്ന് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് നമുക്ക് കാണാം. പരസ്പരം ഓവർടേക്ക് ചെയ്യാനുള്ള ഈ ശ്രമം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് വെച്ച് ഇതേ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടായതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഇവിടെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഫാസ്റ്റ് ബസ് എല്ലാം ഇവിടെ ലൈനിൽ വെച്ചിട്ട് ആളെടുക്കുന്നത്. ഇവിടെ അവരെ സ്റ്റാൻഡ് ആണല്ലോ ഹൈവേയിൽ. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇവിടുത്തെ ബസ്സുകാരുള്ള പെരുമാറ്റം ഉണ്ടായാലും. 2-3 പ്രാവശ്യമായിട്ട് നമ്മളിവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ചില ബസ് ഓവർടേക്ക് ചെയ്തിട്ട് ക്രോസ് എടുക്കുന്ന സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ റോഡിന് ഫുള്ളായിട്ട് വാഹനങ്ങൾ മൊത്തം ബ്ലോക്കാകുന്ന സ്ഥിതി. അപ്പോൾ അവരോട് പറയുമ്പോൾ തന്നെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ വാണിംഗ് കൊടുത്തു വിട്ടു. എന്നിട്ട് മിഞ്ഞാന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ബാക്കിലെ വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾ മത്സരബുദ്ധിയോടുകൂടി ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അതങ്ങ് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇന്ന് വന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ട ഈ സ്ഥിതിയുള്ളത്. ഗ്ലാസ് അതേ വണ്ടി മിഞ്ഞാന്ന് നമ്മൾ ഇതുമായി സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ എന്ന രീതിയിലൊക്കെ സംസാരിച്ച് അതേ ബസ്സുകാർ നമ്മളെ ഇന്നും പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ ബസ്സിനോട് ഇവരെ കരുതി കൂട്ടിയിട്ട് ആ ബസ്സിന് മുമ്പിൽ അടിച്ചിട്ട് അവരെ ഗ്ലാസ് പൊളിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ വെച്ചും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കവും പലതവണ ഇവരെ താക്കീത് ചെയ്തിട്ടാണ്. എന്നിട്ടാണ് ഇതിന് മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ പിന്നെ ഈ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞത്. ഈ 30-ാം തീയതി പിന്നെ ഈ തമ്മിത്തല്ലുണ്ടായത്. മനസ്സിലായില്ലേ?
ആ ഭാഗ്യത്തിൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ട യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. ഈ നാരികളൊക്കെ എന്താ കേസും കോടതിയും കളിച്ചത് അങ്ങനെ പോവും. പ്രൈവറ്റ് ബസ്സുകാരല്ല, മുതലാളി കാശുള്ള മുതലാളിയാണെങ്കിൽ അവൻ്റെ കാശ് എറിഞ്ഞ് കളിച്ചിട്ട് ഇവനെയൊക്കെ ഈ പോകരികളെ തണ്ടികളെയൊക്കെ പുറത്തു ഇറക്കും. അടുത്ത ബസ്സോ അല്ല പിന്നെയും ബസ്സിൽ കയറ്റും, വേറെ ബസ് അടിച്ച് കയറ്റി വിടും. പ്രൈവറ്റ് ബസ്സുകാർക്ക് പോക്കരുത് ചെയ്യാമല്ലോ. പോക്കരുത് ചെയ്തിട്ട് ഈ ബസ്സിൽ നിന്ന് അപ്പുറത്തെ ബസ്സിലോട്ട് കാടാം, അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ബസ്സിലോട്ട് കാടാം. ഇവരൊക്കെ പൊക്കി പിടിച്ച് നടക്കാനുള്ള കുറേ മുതലാളിമാർ ഉളകളുണ്ട്. മനസ്സിലായില്ലേ? ആ ഓട്ടോറിക്ഷക്കാർ പറയുന്നത് വളരെ ശരി തന്നെയാണ്. ഇവരെയൊക്കെ താക്കീത് ചെയ്ത് ഇതിന് മുന്നേ ഒരു വട്ടം വിട്ടതാണ്. ഇതിന് മുന്നേ അല്ല പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിക്ക് ഇത് ചെവിട് പിന്നെ ഒന്ന് കേട്ട് ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെവിട് കേൾക്കുക. മനസ്സിലായില്ലേ? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത് തെമ്മാടിത്തരാണ് ഇവർ ചെയ്യുന്നത്, വളരെ ചെറ്റത്തരാണ്. ഒന്നെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ കയറ്റാൻ പോവുക, അല്ലെ മറ്റുള്ള യാത്രക്കാരെ ആക്രമിക്കുക, ഗുണ്ടായുസം കാണിക്കുക, അല്ലെ വേറെ എന്തെങ്കിലും ചെറ്റത്തരം കാണിക്കുക. ഇതൊക്കെ ഇവരുടെ പരിപാടി പ്രൈവറ്റ് ബസ്സുകാരുടെ. ഇവർക്ക് ആളെ കിട്ടുന്നില്ല ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പ്രിയദർശിനി ബസ് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് ആളെ കിട്ടുന്നില്ല. ഇനി ഓടിയാലും പ്രിയദർശിനി ബസ് നിർത്തിക്കഴിഞ്ഞാലും ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും കയറത്തില്ല. എറണാകുളത്ത് ഗുണ്ടാക്രമണം ഉണ്ടായി, ബസ് ഡ്രൈവറുടെ ഗുണ്ടാക്രമണം അടുത്തുണ്ടായി. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. മനസ്സിലായില്ലേ? തേമ്മടത്തിലെ ശുദ്ധ പോക്കൃത്തരമാണിത്. ശരി എന്നാൽ ബൈ, നിർത്തുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സലാം.